ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് ബിരിയാണി. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി. ഇതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തത് 2 കപ്പ്. മുട്ട പുഴുങ്ങി തോട് നീക്കിയത് 6 എണ്ണം. പുഴുങ്ങിയ മുട്ട മാഷ് ചെയ്തത് 4 എണ്ണം. സവോള തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് 2 മീഡിയം സൈസിലുള്ളത്. ചെറിയ ഉള്ളി ചതച്ചത് 10 എണ്ണം. ഇഞ്ചി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ. പച്ചമുളക് ചതച്ചത് 2 എണ്ണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. മുളക് പൊടി 1.5 ടീസ്പൂൺ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ബിരിയാണി മസാല 2 ടീസ്പൂൺ. ഓൾ സ്പൈസസ് തക്കോലം 1/2 പകുതി. ഏലക്ക 3 എണ്ണം. കറുകപ്പട്ട 2 ചെറിയ പീസ്. ഗ്രാമ്പൂ 3 എണ്ണം. ബേ ലീഫ് 1 എണ്ണം. കുരുമുളക് 1/4 ടീസ്പൂൺ. മല്ലിയില 1/2 കപ്പ്. പുതിനയില 1/4 കപ്പ്. യോഗട്ട് 4 ടേബിൾ സ്പൂൺ. കാഷ്യൂ പേസ്റ്റ് 2.5 ടേബിൾ സ്പൂൺ. സവോള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തത് 1 എണ്ണം. റൈസിൻസ് 1/4 കപ്പ്. കാഷ്യൂസ് 1/4 കപ്പ്. തിളപ്പിച്ച വെള്ളം 4 കപ്പ്. നെയ്യ് 2 ടേബിൾ സ്പൂൺ. കോക്കനട്ട് ഓയിൽ 2.5 ടേബിൾ സ്പൂൺ. സോൾട്ട് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കാഷ്യൂസും റൈസിൻസും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂസ് ഇട്ട് ഫ്രൈ ചെയ്യുക. കാഷ്യൂസ് ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റൈസിൻസ് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. റൈസിൻസും കാഷ്യൂസും ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പേപ്പർ ടവൽ ഇട്ട പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് മുട്ട ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കണം. ഇതിനു വേണ്ടി ഈ സെയിം സ്കില്ലറ്റിലോട്ട് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് ഇട്ട് പൊട്ടിക്കുക. ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വഴറ്റുക. ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കുമ്പോൾ സവോള പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടും. സവോള ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ചതച്ച് വെച്ച ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഫ്രഷ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്നതിലാണ് കൂടുതൽ ഗുണവും രുചിയും.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വഴറ്റാൻ. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിൽ വയ്ക്കണം. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല എന്നിവ ആഡ് ചെയ്യുക. ഇത് നല്ലപോലെ വഴറ്റണം. മസാലപ്പൊടികൾ നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ മസാല നന്നായിട്ട് വഴന്ന് പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ചൂട് അധികമായാൽ തൈര് ചിലപ്പോൾ പിരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില എന്നിവയിട്ട് മിക്സ് ചെയ്യുക. ഈ ഇലകൾ നന്നായിട്ട് വാടുന്നത് വരെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇലകൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ട ഇതുപോലെ പൊടിച്ച് ചേർക്കുന്നത് കൊണ്ട് മുട്ടയുടെ ഫ്ലേവർ ബിരിയാണിക്ക് നന്നായിട്ടുണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്യുക. 2-3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ മസാല മുട്ടയിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് വച്ചിരിക്കുന്ന 4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കിനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കഴുകി വച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക.
ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫ്രൈഡ് ഒണിയനിൽ നിന്നും കുറച്ച് ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ റൈസ് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടെ 2-3 പ്രാവശ്യം ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കണം. ജെൻറ്റിലായിട്ട് വേണം ഇളക്കാൻ. ഇപ്പോൾ ബിരിയാണി റൈസ് വെന്തിട്ടുണ്ട്. പക്ഷേ വെള്ളമയം കുറച്ചുണ്ട്. ഈ വെള്ളമയം മാറ്റാനായി ഞാൻ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തുറന്ന് വെച്ചതുപോലെ വേവിക്കുകയാണ്. ഇപ്പോൾ ഇതിലെ വെള്ളമയം എല്ലാം മാറി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണിയൻസ്, റേസിൻസ്, കാഷ്യൂസ്, പുതിനയില, മല്ലിയില എന്നിവയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ അടിപൊളി മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ട ബിരിയാണി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.